welcome to Nid's Creative Time. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി ഡെക്കറേഷൻ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചെയ്യാമെന്നാണ്. ഈ ഒരു ബർത്ത്ഡേ പാർട്ടി ഡെക്കറേഷന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ DIYs ആയിട്ടാണ് ചെയ്യണത്. ആക്ച്വലി ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു 4 വീഡിയോസ്, അതായത് പാർട്ടി വെയർ ബേബി ഫ്രോക്ക്, പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ്, പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള പാർട്ടി വെയർ മോം ഡ്രസ്സ്, പിന്നെ ഒരു ജെയിൻ ഫ്ലവർ. അപ്പോൾ ഈ ഒരു 4 വീഡിയോസ് ഈ ഒരു ബർത്ത്ഡേ പാർട്ടി ഡെക്കറേഷൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടു നോക്കണം. അപ്പോൾ കുറച്ച് ടൈം മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടൈം കളയേണ്ട, വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ടേബിളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഷോപ്പ് പ്ലേറ്റ് ആണ്. നമുക്ക് ഏത് ടൈപ്പിലുള്ള പ്ലേറ്റ്സ് വേണമെങ്കിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ വയറിൻ്റെ പീസാണ് വേണ്ടത്. ഇവിടെ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അത് കളർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കളറിലുള്ള സാറ്റിൻ റിബൺ ചുറ്റിയെടുക്കുകയോ ചെയ്യാം. അതിനുശേഷം ഈ ഒരു വയറിൻ്റെ പീസ് നമ്മൾ ഈ പ്ലേറ്റിൽ ആർച്ചിൻ്റെ ഷേപ്പിലൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്യണം. ഈ ഒരു പ്ലേറ്റിൽ ഓൾറെഡി ഹോൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഇറക്കി വെക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ സൂപ്പർ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആർച്ച് ഷേപ്പിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസ്പോസിബിൾ ഗ്ലാസ് ആ ഒരു പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കമഴ്ത്തി ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പ്ലേറ്റ് ആയതുകൊണ്ട് അതിന് വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് അതിൻ്റെ ബാക്ക് സൈഡിൽ സെറ്റ് ചെയ്താൽ മതിയാവും. ഇനി നമ്മളത് ഒരു ഗ്ലാസിൻ്റെ മെറ്റീരിയൽ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് വേണം സെറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഏത് കളർ തീമാണ് ചെയ്യണേ അപ്പോൾ ആ ഒരു കളേഴ്സിലുള്ള പേപ്പർ പീസസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെ 2 ഫ്ലവർ പീസസ് ആണ് കിട്ടുക. ഇനി ഈ ഒരു ഫ്ലവർ പീസസിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 പീസസും കൂടി ഒന്ന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ 3 സെറ്റ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആർച്ചിൻ്റെ സൈഡ് പോർഷനിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ടേബിൾ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ 2 പീസസ് ആണ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ 2 സൈഡിൽ വെക്കാനായിട്ട് 2 പീസസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ വൈറ്റ് പ്ലേറ്റ്സ് ആണ് നമ്മൾ വാങ്ങിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ കളേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി നമുക്ക് ടേബിളിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഒരു ജെയിൻ ഫ്ലവർ ചെയ്തെടുക്കണം. ഈ ഒരു ഫ്ലവർ നമുക്ക് ടേബിളിൻ്റെ സെൻറ്ററിൽ വെറുതെ വെക്കാനുള്ളതല്ല. നമ്മുടെ ബർത്ത്ഡേ കേക്ക് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ഒരു വലിപ്പം അനുസരിച്ച് നമ്മളൊരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു പെറ്റൽസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന് മുന്നേ ഒരു ലാർജ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ഫ്ലവറാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ പെറ്റൽസൊക്കെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ പെറ്റൽസ് കട്ട് ചെയ്ത് നമ്മളതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ കേക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ പാകത്തിന് ഒരു സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ പെറ്റൽസ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ആ ഒരു ലാർജ് ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ മെഷർമെൻറ്റ്സ് ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഹൈറ്റ് കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസ് കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ പെറ്റൽസിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരും. അതുമാത്രമല്ല ഇവിടെ നമ്മൾ സെൻറ്ററിൽ കേക്ക് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ ഒരു 2 ലെയറായിട്ട് പെറ്റൽസ് സെറ്റ് ചെയ്താൽ മതി. പെറ്റൽസ് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ കവർ ചെയ്യാനായിട്ട് ഒരു കളർ പേപ്പർ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ലാർജ് ഫ്ലവറിൽ ചെയ്തതുപോലെ തന്നെ പേപ്പർ പീസസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക.
ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളതൊന്ന് കൈകൊണ്ട് ബാക്കിലേക്ക് ഒന്ന് വളച്ച് കൊടുക്കണം. അപ്പോൾ ടേബിളിൻ്റെ സെൻറ്ററിൽ സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു ജെയിൻറ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിൾ സ്കേർട്ടിംഗ് ആണ്. അതിനായിട്ട് ആ ഒരു ടേബിളിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിളിൻ്റെ 4 സൈഡ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ടേബിളാണെങ്കിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളതൊന്ന് മടക്കി വെച്ചിട്ട് മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ടേബിളിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ കവർ ചെയ്തെടുത്തതിന് ശേഷം നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഫാബ്രിക്കാണ് വേണ്ടത്. അതിൻ്റെ ഒരു 1/4 ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ടോപ്പ് പോർഷൻ കവർ ചെയ്ത ആ ഒരു ഫാബ്രിക്കിനോട് ചേർത്തിട്ട് നമ്മളതൊന്ന് പിൻ ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് വീണ്ടും ഒന്ന് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പ്ലീറ്റ് എടുക്കുക. ഈ പ്ലീറ്റ് എടുക്കുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പിൻ ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഒന്ന് വെച്ച് നോക്കിയിട്ട് പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ പ്ലീറ്റിനും ഒരേ സൈസായിരിക്കും വരിക. എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ ഒന്ന് പിൻ ചെയ്യുക. ഇതുപോലെ തന്നെ ബാക്കി പ്ലീറ്റ്സ് നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ടേബിൾ സ്കേർട്ടിങ് ചെയ്യുമ്പോൾ ടേബിളിൻ്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമോ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡും ആ ഒരു 2 സൈഡിലും മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. ഇതുപോലെ എല്ലാ പ്ലീറ്റ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഓരോ പ്ലീറ്റിന് 2 സൈഡ് നമ്മൾ ഇതുപോലെ വലിച്ച് വീണ്ടും പിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം താഴേന്ന് മേലേക്ക് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് വീണ്ടും പിൻ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പ്ലേറ്റ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടേബിൾ സ്കേർട്ടിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലത്തെ ടേബിൾ സ്കേർട്ടിങ്സ് ഒക്കെ ബർത്ത്ഡേ ഫംഗ്ഷൻസിന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഏതൊരു സ്പെഷ്യൽ ഇവൻറ്റ്സിനൊക്കെ നമുക്ക് തന്നെ ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാനുള്ള ബലൂൺ ഗാർലാൻഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ബലൂൺസ് നമ്മൾ വേർപ്പിച്ചെടുക്കണം. ഇതുപോലെ വേർപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബലൂൺസ് മാക്സിമം നമ്മൾ ഒരു 3/4 ഭാഗമേ വേർപ്പിച്ചെടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഗാർലാൻഡിന് ഒരേ സൈസിലുള്ള ബലൂൺസ് വേണമെന്നില്ല, പല സൈസിലായിട്ട് ബലൂൺസ് വേർപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം 2 കളറിലുള്ള ഓരോ ബലൂൺസ് എടുത്ത് ഇതുപോലെ ടൈ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാ ബലൂൺസും നമ്മൾ ഓരോ പെയറാക്കി ടൈ ചെയ്ത് വയ്ക്കണം. നെക്സ്റ്റ് ഇനി ഒരു പെയർ ബലൂൺ എടുത്തിട്ട് ഇതുപോലെ സാധാ ത്രെഡ് വെച്ചിട്ട് അതൊന്ന് നന്നായി ചുറ്റിയെടുക്കുക. അതിനുശേഷം ഈ ഒരു ബലൂണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെക്സ്റ്റ് പെയർ വെച്ചിട്ട് വീണ്ടും ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ നമ്മളതൊന്ന് ചുറ്റിയെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ പെയർ ബലൂൺസും തൊട്ട് മുന്നേ വെച്ച ബലൂണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ ഒരു രീതിയിൽ നമ്മൾ വെച്ചിട്ട് പിന്നെ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാർലാൻഡ് കംപ്ലീറ്റ് ആവണ വരെ നമുക്ക് ത്രെഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലെ ഓരോ പെയർ ബലൂൺസ് നമ്മൾ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ആ പെയറിലും കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം ഈ ത്രെഡ് ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മേലേക്ക് മേലെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ഓരോ ബലൂൺ പെയർ വെച്ചിട്ട് ഇതുപോലെ ത്രെഡ് ചുറ്റിയെടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതുപോലത്തെ ബലൂൺ ഗാർലാൻഡ്സ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ അന്ന് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ടൈം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുന്നൊക്കെ നമുക്കിത് ചെയ്ത് വെച്ചാലും ഈ ബലൂൺസ് പൊട്ടിപ്പോവില്ല. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബലൂൺസ് മാക്സിമം ഒരു മീഡിയം സൈസ് വരെ മാത്രം വേർപ്പിച്ചാൽ മതി. ഒരുപാട് വലുതായി വേർപ്പിച്ച് അത് പൊട്ടിപ്പോവും. അല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസം വരെ ഈ ബലൂൺസ് ഒന്നും പൊട്ടാതെ ഇങ്ങനെ ഇരുന്നോളും.
അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ വിൻഡോ സൈഡിലാണ് ഈ ഡെക്കറേഷൻസ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേർട്ടൻ്റെ പൈപ്പിലാണ് നമ്മൾ ഈ ഒരു ബലൂൺ ഗാർലാൻഡ് സെറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ഗാർലാൻഡിൻ്റെ സെൻറ്റർ പോർഷൻ ഏകദേശം കണക്കാക്കിയിട്ട് ഈ ഒരു കേർട്ടൻ്റെ പൈപ്പിനോട് ചേർത്തിട്ട് ത്രെഡ് വെച്ച് ടൈ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ഈ അറ്റത്തു നിന്ന് ആ ഒരു അറ്റം വരെ നമ്മൾ ഇടയിലായിട്ട് ജസ്റ്റ് ത്രെഡ് വെച്ച് ടൈ ചെയ്താൽ മതി. ബാക്കി 2 സൈഡ് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടാലും ആ ഒരു ഗാർലാൻഡിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ചെറിയ ബലൂൺസ് നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ ഈ ഒരു ബലൂൺസ് വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ ലെറ്റർ ബലൂൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കർട്ടൻ്റെ ബാക്കിൽ LED ലൈറ്റ്സ് ലൈനായിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ആ ഒരു ജെയിൻ ഫ്ലവർ ഈ ടേബിളിൻ്റെ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ബലൂൺ സ്റ്റിക്സും കൂടി വയ്ക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ജെയിൻ ഫ്ലവറിൻ്റെ കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാച്ചിങ് ആയിട്ടുള്ള 2 ഫ്ലവേഴ്സും കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ടേബിളിൻ്റെ സെൻറ്ററിൽ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലാർജ് ഫ്ലവർ സെൻറ്ററിൽ ജസ്റ്റ് ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്ലവർ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് ആ 2 പോർഷനിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൽ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ കപ്പ് കേക്കൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ നമ്മളൊരു ചെറിയ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. LED ടീ ലൈറ്റ് കാൻഡിൽസ് ഈ ഒരു ടേബിളിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ലൈനായിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ LED കാൻഡിൽസ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ബോട്ടത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലേക്ക് കുറച്ച് ലൈറ്റ് വരുമ്പോൾ അതും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നമുക്കിങ്ങനെ ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് LED ലൈറ്റ് സ്ട്രിങ് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ലൈനായിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ കുറച്ച് ടൈം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്ന് ചെയ്ത ഈ ഒരു ഡെക്കറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.